2017-18 സാമ്പത്തിക വർഷത്തിൽ KSFDCക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 30 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കിഫ്ബി 120 കോടി മുടക്കി തിയേറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏകദേശം 1.5 കോടി രൂപ പ്രതിമാസം തിരിച്ചടവുണ്ടാകും. KSFDCയുടെ മുഴുവൻ വരുമാനവും കണക്കിലാക്കിയാലും പ്രതിമാസം ഇത്രയും ഭീമമായ തുക തിരിച്ചടയ്ക്കാൻ കഴിയുന്നതല്ല. കിഫ്ബി തിയേറ്ററുകളുടെ തിരിച്ചടവിനായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്വന്തം തിയേറ്ററുകളെ ഈട് നൽകുന്നതിനോട് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ വരുമാനം മുഴുവൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനുമായുള്ള നീക്കത്തെ KSFDC വർക്കേഴ്സ് കോൺഗ്രസ് യൂണിയൻ വിയോജിക്കുന്നതായും അതിനായി കുറച്ച് ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നതായും കാണിച്ച് KSFDC വർക്കേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിൻസെന്റ് MLAയും പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ഹരീന്ദ്രനാഥും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി. ഈ തിയേറ്റർ കോംപ്ലക്സ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് KSFDC, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, രണ്ടാം കക്ഷിയായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ്, മൂന്നാം കക്ഷിയായി കിഫ്ബി. ഇവർ മൂന്നുപേരും തമ്മിൽ ഒപ്പിട്ട ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് തിയേറ്റർ കോംപ്ലക്സുകൾ ആരംഭിച്ചത്. എന്നാൽ ഈ തിയേറ്റർ കോംപ്ലക്സുകളുടെ നിർമ്മാണം 40% പൂർത്തിയാകുന്നതിന് മുമ്പ് ഇതിന്റെ റീപേയ്മെന്റ് എഗ്രിമെന്റ് വയ്ക്കണം എന്ന വ്യവസ്ഥ ഈ കരാറിലുണ്ട്. ആ റീപേയ്മെന്റ് എഗ്രിമെന്റ് വയ്ക്കേണ്ടത് 2ഉം 3ഉം കക്ഷികൾ തമ്മിൽ, അതായത് സംസ്ഥാന സാംസ്കാരിക വകുപ്പും കിഫ്ബിയും തമ്മിലാണ് റീപേയ്മെന്റ് എഗ്രിമെന്റ് വയ്ക്കേണ്ട സമയം ഈ പദ്ധതിയുടെ 40% എക്സിക്യൂഷൻ പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് കരാർ വയ്ക്കണം. ഇപ്പോൾ ഈ കരാറിന് വിരുദ്ധമായി ഗവൺമെന്റ് റീപേയ്മെന്റ് എഗ്രിമെന്റ് KSFDCയും കിഫ്ബിയും തമ്മിൽ വയ്ക്കണം എന്ന രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി നിർമ്മാണത്തിലിരിക്കുന്ന തിയേറ്റർ കോംപ്ലക്സുകളുടെ വരുമാനം ആണ് റീപേയ്മെന്റിനായിട്ട് ഉപയോഗിക്കേണ്ടതെന്നതിന് പകരം നിലവിൽ KSFDCക്ക് സ്വന്തമായുള്ള 16 തിയേറ്റർ കോംപ്ലക്സുകളും ലീസിനെടുത്ത് നടത്തുന്ന തിരുവനന്തപുരത്തെ ലിനൻ സിനിമാസ് ഉൾപ്പെടെയുള്ള 17 തിയേറ്ററുകൾ കിഫ്ബിക്ക് പണയപ്പെടുത്താനാണ് തീരുമാനിച്ചത്. ഇത് കരാറിന് വിരുദ്ധവും KSFDCയെ സമ്പൂർണമായി തകർക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ്. ഈ നടപടി KSFDC വർക്കേഴ്സ് കോൺഗ്രസ് ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല. KSFDCയെ തകർക്കുന്ന ഈ ഒരു തീരുമാനത്തിന് എതിരായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ INTUCയുടെ ആഭിമുഖ്യത്തിലുണ്ടാവും. ഇത്തരത്തിലുള്ള നീക്കം നേരത്തെ ഉണ്ടായപ്പോൾ അന്തരിച്ച മുൻ ചെയർമാൻ ശ്രീ ഷാജി N കരൂർ അദ്ദേഹം ഈ ഒരു നീക്കത്തെ ശക്തമായി എതിർത്തതുകൊണ്ടാണ് നേരത്തെ ഈ ട്രൈപാർട്ടി ഈ റീപേയ്മെന്റ് എഗ്രിമെന്റ് വയ്ക്കാൻ കഴിയാതെ പോയത്. എന്നാൽ ഇന്ന് ചെയർമാൻ ഇല്ലാത്ത സൗകര്യം ഉപയോഗിച്ചുകൊണ്ട്, ഇന്നിപ്പോ KSFDC ചെയർമാൻ ഇല്ല, ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ റീപേയ്മെന്റ് എഗ്രിമെന്റ് വയ്ക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം KSFDCയുടെ തിയേറ്റർ കോംപ്ലക്സുകളിൽ ലാഭകരമായി നടക്കുന്ന 2 കോംപ്ലക്സുകളാണ് തിരുവനന്തപുരവും കോഴിക്കോടും. മറ്റ് നഷ്ടത്തിലോടുന്ന തിയേറ്ററുകളുടെ ഇസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് പോലും ഇതിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ KSFDCയുടെ തിയേറ്ററുകളുടെ വരുമാനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു എസ്ക്രൂ അക്കൗണ്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ എസ്ക്രൂ അക്കൗണ്ട് എന്ന് അത് ആരംഭിക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന തിയേറ്റർ കോംപ്ലക്സുകൾ, ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന തിയേറ്റർ കോംപ്ലക്സുകൾ
അതിലെ വരുമാനം ഈ എസ്ക്രോ അക്കൗണ്ടിലേക്ക് പോയി റീപേയ്മെന്റിലേക്ക് പോകുമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ കരാർ, പുതിയ റീപേയ്മെന്റ് കരാർ വയ്ക്കുന്നതോടുകൂടി KSRTCയുടെ 16+1 എല്ലാ തിയേറ്ററുകളിലെയും വരുമാനം ഈ എസ്ക്രോ അക്കൗണ്ടിലേക്ക് പോവുകയും അത് നേരെ റീപേയ്മെന്റ് കിഫ്ബിക്ക് റീപേയ്മെന്റിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ KSRTCയുടെ ശമ്പളം, ജീവനക്കാരുടെ ശമ്പളവും കറണ്ട് ചാർജും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പ്രതിസന്ധിയിലാകും എന്ന് മാത്രമല്ല, ഒരു തിയേറ്ററിന് ആവശ്യമായിട്ടുള്ള പീരിയോഡിക്കലായിട്ടുള്ള മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഫണ്ടില്ലാത്ത ഒരവസ്ഥയായി മാറും. ഇത് തിയേറ്ററുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ തിരുവല്ലത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ നിർമ്മാണവും ഒരേ സമയം നടത്തി. അപ്പൊ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ഫണ്ട് അത് മുഴുവനും സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് തന്നെ അത് റീപേയ്മെന്റ് ഇല്ലാതെ ഗ്രാൻഡായിട്ടാണ് ഇത് കൊടുക്കുന്നത്. എന്നാൽ തിയേറ്ററുകൾക്ക് കൊടുക്കുന്ന പൈസ ലോണായി കൊടുക്കുന്നു, അത് തിരിച്ചടയ്ക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന തിയേറ്ററുകളിൽ വരുമാനം എടുത്തുകൊണ്ട് റീപേയ്മെന്റ് ഉപയോഗിക്കണം. ഇതല്ലെങ്കിൽ ഓരോ മാസവും ഏകദേശം 1.5 കോടിയോളം രൂപ തിരിച്ചടവിന് വേണ്ടി വരും. ഇത് KSRTC എന്ന സ്ഥാപനത്തെ സമ്പൂർണമായും തകർക്കും. ഇതിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് എഗ്രിമെന്റ്, ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഈ തിയേറ്റർ കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിന്റെ SPV മാത്രമാണ്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് KSRTC. ഒരു SPVയെ തന്നെ റീപേയ്മെന്റിന്റെ എഗ്രിമെന്റിന്റെ പാർട്ടിയാക്കുന്നത് ഒരിടത്തും നടക്കാത്ത കാര്യമാണ്. അപ്പോ നിർമ്മാണ ചുമതലയുള്ള ഒരു സ്ഥാപനത്തിൽ, മേൽനോട്ട ചുമതലയുള്ള ഒരു സ്ഥാപനത്തിൽ റീപേയ്മെന്റിലേക്ക് പോകും. ഇവിടെ നമുക്ക് കാണേണ്ടത്, ഇന്നിപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന പല തിയേറ്റർ കോംപ്ലക്സുകളും ലാഭകരമായി വരുന്ന ഒരു പശ്ചാത്തലത്തിലല്ല നിർമ്മിക്കുന്നത്. അത് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് ആണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കായംകുളം. ആ കായംകുളം തിയേറ്ററിൽ തറക്കല്ലിടുന്ന സമയത്ത് കായംകുളത്ത് ഒരു തിയേറ്ററും ഇല്ലായിരുന്നു. ഇന്നിപ്പോ 5 സ്വകാര്യ തിയേറ്ററുകൾ കായംകുളത്ത് ആരംഭിച്ചു. നമ്മുടെ തിയേറ്റർ 40% പോലും പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഉൾപ്രദേശങ്ങളിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പല ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ എല്ലാം താല്പര്യപ്രകാരം കൊണ്ട് നിർമ്മിക്കുകയാണ് തിയേറ്ററുകൾ. ആ തിയേറ്ററുകൾ ലാഭകരമായി മാറാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രവുമല്ല, ഈ കിഫ്ബിയുടെ യഥാർത്ഥത്തിലെ ലക്ഷ്യം തന്നെ ഇന്ന് ഒരു പ്രോജക്റ്റ് നിർമ്മിച്ചു പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്ന ചെലവ് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടിയിലാവും. അതുകൊണ്ട് ഇപ്പോൾ കടമെടുത്തായിരുന്നാലും ഇപ്പോൾ ആ പദ്ധതി പൂർത്തീകരിക്കുക എന്നതാണ് ലാഭം എന്നതാണ് കിഫ്ബി പദ്ധതികളുടെ ഒരു അന്തസത്തയായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കരാർ ഒപ്പിട്ടത് 2018 ഫെബ്രുവരിയിലാണ്. ഇന്ന് വരെ ഈ തിയേറ്ററുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ DSR നിലവിൽ വരികയും ചെയ്തു. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇനിയും ഇതിന്റെ നിർമ്മാണ ചെലവ് വർദ്ധിക്കും, ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടും. അത് മാത്രമല്ല, ഈ കാലയളവിലേക്കുള്ള പലിശയും ഇതെല്ലാം കൂടി ചേർന്ന് KSRTCയെ വലിയൊരു കടക്കിണിയിലേക്ക് മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കരാറ് റീപേയ്മെന്റ് നടത്തേണ്ടത് ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന തിയേറ്ററുകളുടെ വരുമാനം കൊണ്ട് മാത്രമായിരിക്കണം. മറ്റ് തിയേറ്ററിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരിടത്തും കേട്ട് കേൾവിയില്ലാത്തതാണ്. ഇപ്പൊ നമ്മൾ KTDFC ഫണ്ടിങ് നടത്തിയിട്ടാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ആ ബസ് സ്റ്റാൻഡിനെയാണ് അന്ന് പണയപ്പെടുത്തിയിരുന്നത്. അതുപോലെ ഏത് സ്ഥാപനമാണോ നിർമ്മിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ വരുമാനം എടുത്തുകൊണ്ട് മാത്രമേ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പാടുള്ളൂ. ഈ കരാറിലെ 4ാമത്തെ പാരഗ്രാഫ് വളരെ വ്യക്തമായിട്ട് തന്നെ റീപേയ്മെന്റ് എഗ്രിമെന്റ് ആരെല്ലാം തമ്മിൽ ഉണ്ടാക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ 4ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത്: ഇൻ കേസ് വെയർ ഫണ്ടിംഗ്
has been sought for implementing revenue generation project or in case where second party is able to generate savings on account of implementation of any project provided in Schedule 2. The second part and third part shall enter into a repayment agreement. എന്നാൽ second part എന്ന് പറഞ്ഞാൽ സാംസ്കാരിക വകുപ്പ്, തേർഡ് പാർട്ട് കിഫ്ബി, ഇവർ തമ്മിൽ എൻറ്റർ ഇൻടു എ റീപേയ്മെന്റ് അഗ്രിമെന്റ് എന്നാണ് വളരെ വ്യക്തമായിട്ട് 2018 ഫെബ്രുവരി മാസം പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ത്രികക്ഷി കരാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് KSFDCയെ തകർക്കാനും അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇതിൽ നിന്ന് അടിയന്തരമായി പിന്തിരിയണം. ഇതിന്റെ ചെയർമാനായിട്ടുള്ള ഷാജി എൻ കരുൺ ഉൾപ്പെടെ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഉൾപ്പെടെ എതിർത്തിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് ഗവൺമെന്റ് പോകുന്നത്. ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും, റിട്ടയർമെന്റ് ചെയ്തവരുടെ ആനുകൂല്യങ്ങൾ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാതിരിക്കുന്ന കോർപ്പറേഷനെ ഒരു അധിക ബാധ്യത, അതും ലാഭകരമാകും എന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത, എന്ന് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പോലും ഒന്ന് നമുക്കിപ്പോൾ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു പ്രോജക്ടിന്റെ പേര് KSFDCയെ പൂർണ്ണമായും തകർക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. രണ്ട്, ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് സർക്കാർ വ്യക്തമാക്കണം. എന്തുകൊണ്ട് 1.5 വർഷവും 2 വർഷവും കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഈ പ്രോജക്ട് ഇപ്പോൾ 2018 കഴിഞ്ഞപ്പോൾ ഏകദേശം 8 വർഷമാകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ പോലും എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല? 50% പോലും പൂർത്തീകരിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതിനെക്കുറിച്ച് ഒരു അന്വേഷണം മന്ത്രി നടത്തിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ ചെലവിൽ ഉണ്ടാകുന്ന വർധനവ് ആര് മീറ്റ് ചെയ്യും? അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ അനാസ്ഥയും മൂലം ഉണ്ടാകുന്ന അധിക ബാധ്യതയ്ക്ക് ആര് ഉത്തരം പറയും എന്ന് സർക്കാർ വ്യക്തമാണ്.